ഡിവിഷൻ ബൈ സീറോ അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. എങ്ങനെ ഇനി ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാണണം അല്ലെ. ഞാനിപ്പോ ഈ ഫംഗ്ഷൻ ഒന്നും എഴുതില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എ ഈക്വൽ ടു ഒരു 4 കൊടുക്കാം ആൻഡ് ബി ഈസ് ഈക്വൽ ടു നമുക്കൊരു 0 കൊടുക്കാം. അപ്പൊ ഇങ്ങനെ പ്രിന്റിനകത്ത് നമുക്ക് എ ബൈ ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? നോർമലി ഡിവിഷൻ ബൈ എറർ അല്ലെ. കണ്ടോ, 0 ഡിവിഷൻ എറർ എന്നുള്ളത് വന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രൈ എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് നമ്മുടെ പ്രോഗ്രാമിന് നമ്മൾ ഇട്ട് കൊടുക്കും, അതിനകത്താക്കി. കണ്ടോ? അപ്പൊ എന്താ ആക്ച്വലി ട്രൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ട്രൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും, ബ്ലോക്ക് ഓഫ് കോഡിനെ ടെസ്റ്റ് ചെയ്യും, ഇതിനകത്ത് എറർ ഉണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഇപ്പൊ എറർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാവോ? എക്സെപ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് കൊടുക്കും. എക്സെപ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സെപ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് മെസ്സേജ് ആണോ നമുക്ക് വരേണ്ടത് അത് അവിടെ ഹാൻഡിൽ ചെയ്യുക. അപ്പൊ എന്ത് മെസ്സേജ് ആണോ പ്രിന്റ് ചെയ്യുന്നത് ആ മെസ്സേജ് നമുക്ക് അവിടെ കൊടുക്കാം. ഇഷ്ടമുള്ള മെസ്സേജ് കൊടുക്കാം. ഓക്കെ, there is a division error. അപ്പൊ ട്രൈ എന്ന് പറയുന്ന ബ്ലോക്ക് എന്താ ചെയ്യുന്നത്? അവിടെ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എറർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്ത് ഇവിടെ നിന്ന് തന്നെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതല്ല, ഇവിടെ എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടുത്തെ ബ്ലോക്കിലെ മെസ്സേജ് പ്രിന്റ് ചെയ്യും. അവിടെ അപ്പൊ എററിന് പകരമായിട്ട്. ഓക്കെ, ഞാനിപ്പോ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ 4/0 നിങ്ങൾക്കറിയാം എറർ ആണെന്നല്ലേ. ഇപ്പൊ എന്താ ഇവിടെ വന്ന എറർ വന്നോ? ഇല്ല. അപ്പൊ എ ഈക്വൽ ടു 4 ബി ഈക്വൽ ടു 0 പ്രിന്റ് എ ബൈ ബി എന്ന് പറഞ്ഞ 4/0 ഒരു ഡിവിഷൻ എറർ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവർക്ക് എറർ ആണെന്ന് മനസ്സിലായി, ട്രൈ ബ്ലോക്കിന് മനസ്സിലായി. അപ്പൊ ട്രൈ എന്ത് ചെയ്തു? ട്രൈ നേരെ കൊണ്ട് എക്സെപ്റ്റിന് കൊടുത്തു. അപ്പൊ എക്സെപ്റ്റ് എന്ത് ചെയ്തു? ദർ ഇസ് എ ഡിവിഷൻ എറർ എന്ന് മെസ്സേജ് പ്രിന്റ് ചെയ്തു. ഇപ്പൊ ഞാനിപ്പോ അതിന് പകരം 2 ഇവിടെ കൊടുത്തെങ്കിലോ? നമുക്ക് നോക്കാം എക്സെപ്റ്റിലേക്ക് പോവുമോന്ന്. എക്സെപ്റ്റിലേക്ക് പോവോ? ഇല്ല. എന്ത് ചെയ്യും? അതിനെ അവിടെ നിർത്തി തന്നെ പ്രിന്റ് ചെയ്യാൻ ഔട്ട്പുട്ടിനെ നമുക്ക് തരും. ഓക്കെ, അപ്പൊ എക്സെപ്റ്റ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു ബ്ലോക്ക് ഉണ്ട്, ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് ഇപ്പൊ എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ്. ഓക്കെ, ഒരു നിർബന്ധവും ഇല്ല അവിടെ ഇപ്പൊ എഴുതണമെന്നുള്ളത്. ഫൈനലി എന്ന് പറയുന്നത് ഇപ്പൊ എറർ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിൽ ശരി അത് പ്രിന്റ് ആകും. ഓക്കെ, 0 ആണെങ്കിലും ശരി എന്ത് ചെയ്യും? എക്സെപ്റ്റും ഫൈനലിയും കൂടെ അവിടെ പ്രിന്റ് ആകും. കണ്ടോ? ഓക്കെ, അപ്പൊ ഇതാണ് ട്രൈ എക്സെപ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ when an error occur or എക്സെപ്ഷനോ എററോ ഒക്കർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സാധാരണ ചെയ്യുന്നത്? പൈത്തൺ നോർമലി സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ജനറേറ്റ് ചെയ്യും ഒരു എറർ മെസ്സേജ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ട്രൈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രൈ ബ്ലോക്ക് എന്താ ചെയ്യുന്നത്? ട്രൈ ബ്ലോക്കിൽ ഒരു എക്സെപ്ഷൻ ജനറേറ്റ് ചെയ്ത് എന്ത് ചെയ്യും? അത് നേരെ എക്സെപ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്കിലേക്ക് കൊടുക്കും. അപ്പൊ എക്സെപ്റ്റിനകത്ത് എന്താണോ അത് പ്രിന്റ് ആകും. ഇപ്പൊ ഫൈനലി എന്ന് പറയുന്ന ബ്ലോക്ക് എന്ത് ചെയ്യും? എറർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രിന്റ് ആവും. ഇപ്പൊ ട്രൈക്കകത്ത് എറർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നേരെ അത് ട്രൈക്കകത്ത് നിന്ന് തന്നെ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ ഫൈനലി എഴുതിയിട്ടുണ്ടെങ്കിൽ ഫൈനലിയും എക്സിക്യൂട്ട് ചെയ്യും. ഇത് തന്നെയൊന്നും അല്ല എറർ കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ മാത്രം കാണിച്ചാൽ ഡിവിഷൻ എറർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചതാ. ഇപ്പൊ നിങ്ങൾക്കല്ലേ കോമൺ ആയിട്ട് ഞാൻ കാണിക്കാൻ പറ്റുന്നത് നമുക്കറിയാം. അപ്പം എന്താ തൽക്കാലത്തിന് ഹൈഡ് ചെയ്തിടാം, എന്നിട്ട് ഞാൻ കാണിച്ചിട്ട് എറർ. ഒരു എ ഈക്വൽ ടു ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു 12, 34, 56 and 78. We have 4 elements, right? എന്ന് പറഞ്ഞാൽ സിൻടാക്സ് എത്ര വരും? 0, 1, 2, 3. അപ്പൊ 3 ഇൻഡെക്സ് വരെ ഉണ്ട് അല്ലെ. അപ്പൊ എനിക്ക് വേണ്ടത് 4ാമത്തെ ഇൻഡെക്സിലുള്ള ഇപ്പൊ 4ാമത്തെ ഇൻഡെക്സിൽ ഉണ്ടോ എന്തെങ്കിലും? ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇല്ലാത്തൊരു സാധനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? AO4 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇൻഡെക്സ് എറർ അല്ലെ. ലിസ്റ്റ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച്, ഇതൊരു എറർ ആണ് അല്ലെ. ഇതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇതാ ഞാൻ ഈ സെയിം സാധനത്തിനെ ഇവിടുത്തെ ഹൈഡ് മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സെയിം സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു? Ctrl+X എന്നിട്ട് ഞാൻ Ctrl+V കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഈ ഡിവിഷൻ എറർ മാറ്റി എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ അതിന് പകരം വരേണ്ടത് അത് കൊടുക്കുക. ഞാൻ റൺ ചെയ്യുന്നു. എന്ത് ചെയ്യും? അവിടെ എറർ ആണ് പ്രിന്റ് ചെയ്യുന്നത്? അല്ല, ദർ ഇസ് ആൻ ഇൻഡെക്സ് എറർ. അവർക്കറിയാം AO4 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇൻഡെക്സ് ഇല്ല. ട്രൈ നോക്കും, അപ്പൊ എറർ അവിടെ ഒക്കർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? എക്സെപ്റ്റിലേക്ക് കൊടുക്കും. എക്സെപ്റ്റ് അത് ഹാൻഡിൽ ചെയ്യും. മനസ്സിലായോ? അതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ 3 കൊടുത്തെങ്കിലോ 3 എന്ന് പറയുന്ന ഇൻഡെക്സിനകത്ത് ഐറ്റം ഉണ്ട് അല്ലെ. അപ്പൊ അത് പ്രിന്റ് ആവും. ഓക്കെ, 78 പ്രിന്റ് ആയി. ഓക്കെ, അപ്പൊ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ.